പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2nd യൂണിറ്റിലെ 3rd ലെസൺ സക്സസ് ഈ കവിതയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കവിതാ വരികൾ വിശദീകരിക്കും മുമ്പ് നമുക്ക് വായിക്കാനും ചിന്തിക്കാനുമായി മൈക്ക് ടൈസന്റെ വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. Let's read and reflect. I am a dreamer. I have to dream and reach for the stars. And if I miss a star, then I grab a handful of clouds. മൈക്ക് ടൈസൺ. ഞാനൊരു സ്വപ്നം കാണുന്ന വ്യക്തിയാണ്. എനിക്ക് നക്ഷത്രങ്ങളോളം ഉയർന്ന് നക്ഷത്രങ്ങളെ കയ്യിലെടുക്കണമെന്നാണ് എൻ്റെ സ്വപ്നം. എനിക്ക് നക്ഷത്രത്തെ മിസ്സാവുകയാണെങ്കിൽ ഞാൻ ഒരു പിടി മേഘങ്ങളെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കും. മൈക്ക് ടൈസൺ പറയുന്നത് നാം അത്രയും ഉയരത്തിൽ നക്ഷത്ര ലോകത്തോളം സ്വപ്നങ്ങൾ കാണണം. ആ ലക്ഷ്യത്തിൽ നമുക്കെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിനടുത്തെങ്കിലും നമുക്കെത്താൻ കഴിയും. നക്ഷത്രത്തെ കിട്ടിയില്ലെങ്കിലും ഒരു പിടി മേഘങ്ങളെയെങ്കിലും നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാം. സീന മെലോഫ് dreamt big and worked hard to achieve her dream. The Toilet എന്ന സ്റ്റോറി വായിച്ച് സീന മെലോഫിന്റെ സ്വപ്നങ്ങളും അതുവഴി അവർ നേടിയ നേട്ടങ്ങളെയും നാം മനസ്സിലാക്കി. അവർ വളരെ വലിയ കാര്യങ്ങൾ സ്വപ്നം കണ്ടു. അവരുടെ സ്വപ്നം അവർ നേടിയെടുത്തു. Her story tells us that sheer hard work and perseverance lead to success. കഠിനമായ അധ്വാനവും സ്ഥിരമായ ഉത്സാഹവും ഉറച്ച മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കുമെന്നാണ് മെലോഫിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. Now read the poem Success by H.W. Longfellow. അമേരിക്കൻ പോയറ്റ് H.W. Longfellow രചിച്ച സക്സസ് എന്ന കവിത ഇതാ ഇവിടെ. അത് വായിക്കുക. നമുക്കാദ്യം പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. About the author. Henry Wadsworth Longfellow, born on 27th February 1807, was an American poet and educator. 1807 ഫെബ്രുവരി 27 ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ജനിച്ചത്. അമേരിക്കക്കാരനായ കവിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. He became a professor at Bowdoin College and later at Harvard College after studying in Europe. യൂറോപ്പിലെ പഠനമെല്ലാം കഴിഞ്ഞ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ബോഡോയിൻ കോളേജിലും അദ്ദേഹം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. His first major poetry collections were Voices of the Night, published in 1839, and Ballads and Other Poems, published in 1841. ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ. He became perhaps the most popular American poet of his day. തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന അമേരിക്കൻ കവിയായിട്ടായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. He died on 24th March 1882. 1882 മാർച്ച് 24 അദ്ദേഹം വിട പറഞ്ഞു. Before going through the lines of the poem, first of all, let's have some idea about the message of the poem, theme of the poem and tone of the poem. കവിതാ വരികൾ വായിച്ച അർത്ഥവും ആശയവും വിശകലനം ചെയ്യുന്നതിന് മുമ്പ് ഈ കവിതയുടെ സന്ദേശം, മെസ്സേജ്, കവിതയുടെ ആശയം, തീം ഓഫ് ദ പോം ആൻഡ് ടോൺ ഓഫ് ദ പോം, കവിതയുടെ ധ്വനി, ഇവയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. മെസ്സേജ് ഓഫ് ദ പോം. The poem conveys that success comes from persistent effort, gradual progress and hard work. വിജയം എന്നുള്ളത് കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും അതോടൊപ്പം തന്നെ ഗ്രാജുവൽ പ്രോഗ്രസ്, ക്രമേണയുള്ള മുന്നേറ്റങ്ങളിലൂടെയുമാണ് നേടുന്നത്. നോട്ട് സഡൻ ലീപ്സ് ഓർ എക്സ്ട്രാ ഓർഡിനറി മീൻസ്. പൊടുന്നനെയുള്ള എടുത്തുചാട്ടങ്ങളിലൂടെയോ അസാധാരണമോ അമാനുഷികമോ ആയ മാർഗങ്ങളിലൂടെയോ അല്ല വിജയം വരുന്നത്. It emphasizes the importance of determination and perseverance. ശക്തമായ മാനസിക തീരുമാനങ്ങളുടെയും ആൻഡ് പെർസീവിയറൻസ്, അതിനനുസൃതമായ സ്ഥിരോത്സാഹത്തിൻ്റെയും ഒരു സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. Theme of the poem. The theme of the poem highlights achieving success through persistent hard work and gradual progress. സ്ഥിരോത്സാഹത്തിലൂടെയും ക്രമേണയുള്ള മുന്നേറ്റങ്ങളിലൂടെയും വിജയം നേടുക
എന്നത് തന്നെയാണ് ഈ കവിതയുടെ ആശയമായിട്ടും വരുന്നത്. ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഡോണ്ട് ഹാപ്പൻ സഡൻലി. ചരിത്രത്തിൽ ഇന്നോളമുള്ള ഒരു മഹാനേട്ടവും പൊടുന്നനെയുള്ള ഒരു സംഭവമല്ല. ദ റിസൾട്ട് ഫ്രം കണ്ടിന്യൂസ് എഫേർട്സ്. തുടരെയുള്ള ക്രമേണയുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ്, മഹാനേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. Sayings like slow and steady wins the race and Rome wasn't built in a day. Some of the themes of this poem. നമുക്കെല്ലാവർക്കും സുപരിചിതമായ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഈ പ്രോവർബിന്റെയും റോം വാസ് ബിൽറ്റ് ഇൻ എ ഡേ, റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് സൃഷ്ടിച്ചതല്ല എന്നർത്ഥം വരുന്ന ഈ പ്രോവർബിന്റെയും ഒക്കെ ആശയം തന്നെയാണ് ഈ കവിതയുടെ ആശയമായിട്ടും ഇവിടെ സമപ്പ് ചെയ്യുന്നത്, അതിവിടെ ചുരുക്കി പറയുന്നത്. ടോൺ ഓഫ് ദ പോയം. ദ ടോൺ ഓഫ് ദ പോയം ഈസ് മോട്ടിവേഷണൽ ആൻഡ് എൻകറേജിങ്. തീർച്ചയായിട്ടും ഈ കവിതയുടെ ടോൺ എന്നുള്ളത് മോട്ടിവേഷണൽ ആണ്, നമുക്ക് പ്രചോദനം നൽകുന്നതാണ്, ആൻഡ് എൻകറേജിങ്, പ്രോത്സാഹനം നൽകുന്നതുമാണ്. ഇറ്റ് ഇൻസ്പയർസ് റീഡേഴ്സ് ടു കീപ് വർക്കിംഗ് ടുവാർഡ് ദെയർ ഗോൾസ്. ഓരോരുത്തരുടെയും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഈ കവിതയിലെ വാക്കുകളും വരികളും വായനക്കാരെ പ്രചോദിപ്പിക്കുന്നു. ആൻഡ് റിയഷ്വേഴ്സ് ദം ദാറ്റ് ഹാർഡ് വർക്ക് വിൽ പേ ഓഫ് സം ഡേ. മാത്രമല്ല ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിന് എന്നെങ്കിലും ഫലമുണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഈ കവിത നൽകുന്നു. Now let's go through the lines of the poem. കവിതാ വരികൾ വായിച്ച് അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കവിത തികച്ചും ഒരു ഫോമൽ പോയമാണ്. കൃത്യമായ റൈം സ്കീമുണ്ട്, മെട്രിക് പാറ്റേൺ, വരികൾക്ക് കൃത്യമായ ഒരു ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ കൃത്യതയാർന്ന പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ സിസ്റ്റവുമുണ്ട്. ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതം. റൈം സ്കീം എന്നുള്ളത് എ ബി എന്നിങ്ങനെയാണ്. ഫസ്റ്റ് ലൈൻ റൈംസ് വിത്ത് ദ തേർഡ് ലൈൻ, സെക്കൻഡ് ലൈൻ റൈംസ് വിത്ത് ദ ഫോർത്ത് ലൈൻ. റൈമിംഗ് വേർഡ്സും വളരെ ക്ലിയർ ആണ്. സോ, മോർ, ക്ലൈം, ടൈം. ക്ലൈം എന്ന പദം ശ്രദ്ധിക്കുക, അതിലെ അവസാന ബ് സൗണ്ട് ഇനോഡിബിൾ ആണ്, അത് വ്യക്തമായി ഉച്ചരിക്കില്ല. അതുകൊണ്ട് തന്നെ ക്ലൈം, ടൈം ഇവ രണ്ടും പെർഫെക്റ്റ് റൈമാണ്. എ ബി എന്നിങ്ങനെ റൈം സ്കീമും. ഇനി നമുക്ക് വരികൾ വായിക്കാം. We have not wings, we cannot soar. Simple lines. We do not have wings, so we cannot fly high in the air. We are not superhumans. നമുക്ക് പക്ഷികളെപ്പോലെ ചിറകുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അന്തരീക്ഷത്തിൽ പറന്നുയരാനും കഴിയില്ല. ഇതാണ് ആദ്യ വരിയുടെ അർത്ഥം. We do not have wings, so we cannot fly high in the air. സോർ എന്ന പദത്തിനർത്ഥം ഫ്ലൈ ഹൈ ലൈക്ക് എ ബേർഡ്, ഒരു പക്ഷിയെ പോലെ അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുക, നമുക്കതിന് സാധിക്കില്ല. എന്ന് വെച്ചാൽ വി ആർ നോട്ട് സൂപ്പർ ഹ്യൂമൻസ്, നാം അമാനുഷികരല്ല, സാധാരണ മനുഷ്യരാണ്. സെക്കൻഡ് ലൈൻ, ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈം. ചിറകില്ലെങ്കിലും അതിലൊരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, ഒരു വിപരീതം. നമുക്ക് ബലിഷ്ഠമായ കാലുകളുണ്ട്, അത് വെച്ചുകൊണ്ട് നമുക്ക് ക്ലൈം, ഉയരങ്ങളിലേക്ക് കയറാനും, ആൻഡ് സ്കെയിൽ, ഉയരത്തിലെത്താനും കഴിയും. സ്കെയിൽ എന്ന വേർഡ് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അസെൻഡ്, ഉയരത്തിലേക്ക് ഉയരുക, പൊങ്ങുക. മൂവ് അപ്വാർഡ്, മുകൾ വശത്തേക്ക് ചലിക്കുക, സഞ്ചരിക്കുക. അപ്പോൾ നമുക്ക് ചിറകുകളില്ലെങ്കിലും കാലുകൾ വെച്ചുകൊണ്ട് നമുക്ക് കയറിപ്പോകാൻ കഴിയും. ബട്ട് വി ഹാവ് ഫീറ്റ് ടു ക്ലൈം ആൻഡ് അസെൻഡ് സ്ലോലി ആൻഡ് ഗ്രാജുവലി. നാം അത് ചെയ്യേണ്ടത് ബൈ സ്ലോ ഡിഗ്രീസ്, ക്രമേണയാണ് നാം കയറി പോകേണ്ടത് ഉയരങ്ങളിലേക്ക്. ബൈ മോർ ആൻഡ് മോർ, അങ്ങനെ ഓരോ സ്റ്റെപ്പും ഓരോ പടവും കയറി കൂടുതൽ ഉയരങ്ങളിലേക്ക് നാം എത്തും. അവസാനം ദ ക്ലൗഡി സമിറ്റ്സ് ഓഫ് അവർ ടൈം, ഓരോരുത്തരുടെയും ജീവിത കാലത്ത് അവരുടെ വിജയത്തിൻ്റെ ഉത്തുംഗതയിൽ, ഉന്നതിയിൽ അവരെത്തുകയും ചെയ്യും. ക്ലൗഡി സമിറ്റ്സ്, സമിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉയർന്ന മൗണ്ടന്റെ, ഒരു പർവ്വതത്തിന്റെ അതിൻ്റെ കൊടുമുടി, അത് ക്ലൗഡി, മേഘത്തെ തൊട്ട് നിൽക്കുന്നത് പോലെയുള്ള എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെയൊക്കെ വിജയത്തിൻ്റെ ഏറ്റവും
ഉന്നതിയിൽ നാം എത്തുകയും ചെയ്യും. ഓഫ് അവർ ടൈം, നമ്മുടെ കാലത്ത്, ഓരോരുത്തരുടെയും ലൈഫ് ടൈമിൽ. അലോയിങ് us ടു റീച്ച് ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽസ് ഇൻ അവർ ലൈഫ് ടൈം. നമ്മുടെ ജീവിത കാലഘട്ടത്തിലെ നമുക്ക് സാധ്യമാകുന്ന ഉയരത്തിലെത്താൻ കഴിയുന്ന അത്രയും ഉയരത്തിൽ നാം എത്തുക തന്നെ ചെയ്യും. എങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലൈം ചെയ്യുകയാണെങ്കിൽ, സ്ലോലി, മോർ ആൻഡ് മോർ, ഈ രൂപത്തിൽ നാം കയറുകയാണെങ്കിൽ, പൊടുന്നനെയല്ല, ക്രമേണ ക്രമേണ നാം കയറി നമ്മുടെ വിജയത്തിലേക്ക് എത്തണം എന്നാണ് ഈ ആദ്യ സ്റ്റാൻസ കൊണ്ട് പറയുന്നത്. Now the second stanza. രണ്ടാം സ്റ്റാൻസ പരിശോധിക്കുമ്പോഴും നമുക്കറിയാം ഒന്നിടവിട്ടുള്ള റൈം സ്കീം തന്നെയാണ്. അതായത് നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ എ ബി എന്നിങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള റൈമിംഗ് വേർഡ്സുമുണ്ട്. എല്ലാം പെർഫെക്റ്റ് റൈംസ്. സ്റ്റോൺ, നോൺ, എയേഴ്സ്, സ്റ്റേയേഴ്സ്. വരികളുടെ അർത്ഥം പരിശോധിക്കാം. The mighty pyramids of stone that wedge like cleave the desert air, when nearer seen and better known, are but gigantic flights of stairs. ഭീമാകാരമായിട്ടുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വളരെ പവർഫുൾ ആയിട്ടുള്ള ശക്തമായിട്ടുള്ള പിരമിഡുകൾ, അവയുടെ ആകൃതി വെജ് ലൈക്കാണ്. വെജ് എന്ന് പറഞ്ഞാൽ നാം മലയാളത്തിൽ പറയുന്ന ആപ്പ്, ഒരു മരക്കഷ്ണത്തെ പിളർത്താൻ വേണ്ടി അതിൻ്റെ വിടവിലേക്ക് അടിച്ചിറക്കുന്ന ഒരു മരക്കുറ്റി, അതല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരറ്റം പരന്നതും മറുവശം തടിച്ചതുമായിട്ടുള്ള, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. വെജ്, എ പീസ് ഓഫ് വുഡ്, തിൻ അറ്റ് വൺ എഡ്ജ് ആൻഡ് തിക്ക് അറ്റ് അതർ എഡ്ജ്. ഇങ്ങനെയുള്ള ഒരു ആപ്പ് എന്ന് പറയുന്ന ഒരു കുറ്റി, ആ ഒരു ആകൃതിയാണ് ഉദ്ദേശിച്ചത്. പിരമിഡ് ഭൂമിയിൽ നിന്ന് അത് മുകളിലേക്ക് ഒരു ആപ്പ് പോലെ ഉയർന്നു നിന്നുകൊണ്ട് ക്ലീവ് മീൻസ് സ്പ്ലിറ്റ്, അത് പിളർത്തുന്നു. ഡെസേർട്ട് എയേഴ്സ്, മരുഭൂമിയിലൂടെ അടിച്ചു വീശുന്ന ശക്തമായ കാറ്റിനെ പോലും അത് പിളർത്തും. ആ രൂപത്തിൽ ഒരു ആപ്പ് പോലെയാണ് പിരമിഡ് നിൽക്കുന്നത്. അതാണെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ, കല്ലുകൊണ്ടുണ്ടാക്കിയ വളരെ ശക്തമായിട്ടുള്ള പിരമിഡുകളാണ്. ആ പിരമിഡുകളെ വെൻ നിയറർ സീൻ, നാം അരികെ ചെന്ന് നോക്കുമ്പോൾ, കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നാം പരിശോധിക്കുമ്പോൾ, ആൻഡ് ബെറ്റർ നോൺ, നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. നാം അരികെ ചെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് നാം മനസ്സിലാക്കുന്നത്? ദേ ആർ ബട്ട് ജൈഗാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്. ഈ പിരമിഡ് എന്നുള്ളത് വളരെ ഭീമാകാരമായിട്ടുള്ള ചില പടവുകളാണെന്ന്, ചില സ്റ്റെപ്പുകളാണ്. ഭൂമിയിൽ നിന്നും ഓരോ സ്റ്റെപ്പായിട്ടാണത് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഭീമാകാരമായിട്ടുള്ള നിർമ്മിതിയുടെ പുരോഗതി ക്രമേണയാണ്. അതിൽ ഓരോ പടവും ചവിട്ടിയിട്ടാണ് മുകളിലേക്ക് ഉയരുന്നത്. അതല്ലാതെ ഒരൊറ്റ അടിക്ക്, ഒരു സഡൻ ലീപ്പിൽ പൊടുന്നനെയുള്ള ഒരു വിജയമല്ല പിരമിഡിന്റെ നിർമ്മാണം എന്നതാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഇതിന്റെ ആശയം ഇങ്ങനെയാണ്: ദ പവർഫുൾ ആൻഡ് മാഗ്നിഫിസന്റ് പിരമിഡ്സ് built of huge stones sharply rise from the desert sands and break away the desert winds. കല്ലുകൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായിട്ടുള്ള പിരമിഡുകൾ അത് വളരെ ഷാർപ്ലി റൈസ് ഫ്രം ദി ഡെസേർട്ട് സാൻഡ്സ്, മരുഭൂമിയിലെ ആ മണലിൽ നിന്നും ഷാർപ്പായിട്ട് അതിൻ്റെ അഗ്രം മൂർച്ചയുള്ളതുപോലെ ഉയർന്നു നിൽക്കുന്നു. എന്നിട്ട് ബ്രേക്ക് അവേ ദ ഡെസേർട്ട് വിൻഡ്സ്, മരുഭൂമിയിലെ കാറ്റിനെ അത് പിളർത്തി മാറ്റുന്നു. ആ രൂപത്തിലുള്ള ഈ പിരമിഡുകളെല്ലാം തന്നെ വെൻ വി എക്സാമിൻ ദം ക്ലോസ്ലി, അടുത്തു ചെന്ന് നാം അതിനെ കണ്ട് മനസ്സിലാക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, we can see that they are actually a series of enormous stairs. വളരെ വലിയ, enormous, very big പടവുകളാണ് അവയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പടവുകളുടെ പ്രത്യേകത ഇവിടെ എടുത്തു പറയുന്നത്, പിരമിഡ് നിർമ്മാണം അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. എന്നാൽ മനുഷ്യൻ അതും അച്ചീവ് ചെയ്തിട്ടുണ്ട്, സക്സസിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പടവുകൾ കയറുന്നത് പോലെയാണ് അതിൻ്റെ നിർമ്മാണ പുരോഗതി. ക്രമേണ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു സ്ലോ റൈസ് ആയിരുന്നു എന്നർത്ഥം. ഈ രണ്ട് സ്റ്റാൻസുകളിലെയും വരികളിൽ ഉൾപ്പെടുന്ന പ്രധാന വേർഡ്സും അവയുടെ മീനിങ്സും ഇവിടെ നൽകിയത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. സോർ, ഫ്ലൈ ഹൈ ലൈക്ക് എ ബേർഡ്, ഒരു പക്ഷിയെപ്പോലെ അന്തരീക്ഷത്തിൽ പറന്നുയരുക. സ്കെയിൽ, അസെൻഡ് ഓർ മൂവ് അപ്വാർഡ്, മുകളിലേക്ക് കയറുക, ഉയരുക. സമിറ്റ്, ദ ടോപ്പ് മോസ്റ്റ് പാർട്ട്, ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ഏതെങ്കിലും ഒന്നിൻ്റെ
ഏറ്റവും ഉയരത്തിലുള്ള അഗ്രഭാഗം, പ്രത്യേകിച്ച് ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടി. വെഡ്ജ് നേരത്തെ നാം വിശദീകരിച്ചതാണ്. ആപ്പ് പോലുള്ള ഒരു ഉപകരണം, നാം മലയാളത്തിൽ സാധാരണ പറയുന്ന. ദെൻ ക്ലീവ്, സ്പ്ലിറ്റ്. ഇവിടെ ക്രമേണയുള്ള അധ്വാനത്തിലൂടെ സ്റ്റെപ്പുകൾ കയറുന്ന പോലെ, പടവുകൾ കയറിക്കൊണ്ട് ഒരു നിർമ്മാണം, പിരമിഡ് പോലെയുള്ള ഭീമാകാരമായ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുകയും അതിലൂടെ വിജയം വരിക്കുകയും ചെയ്യുന്നു. ഈ സ്റ്റെപ്പ് കയറുന്ന പോലെയാണ് നാം നമ്മുടെ അധ്വാനത്തെ കൊണ്ടുപോകേണ്ടത്. നാം വിജയം വരിക്കാൻ പൊടുന്നനെ ഒരു എടുത്ത ചാട്ടത്തിലൂടെ നമുക്ക് വിജയം നേടാൻ സാധിക്കില്ല. നാം സ്ഥിരമായിട്ടും കൃത്യമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും വിജയം വരിക്കുമെന്നാണ് ഈ പിരമിഡ് എന്നുള്ള സിമ്പൽ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. Now the third stanza. ഈ സ്റ്റാൻസക്കും വ്യക്തമായ റൈം സ്കീം ഉണ്ട്, ക്ലിയർ ആയ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. റൈമിംഗ് വേർഡ്സ് ഇവയാണ്: appear, appear, skies, rise. വരികളുടെ അർത്ഥം പരിശോധിക്കാം. The distant mountains that appear, their solid bastions of the skies, are crossed by pathways that appear as we to higher levels rise. The distant mountains, even the far off mountains, അങ്ങ് അകലെ കാണുന്ന ആ പർവ്വതങ്ങൾ, that appear, their solid bastions. Bastions എന്ന് പറഞ്ഞാൽ ഫോർട്രസസ്, കോട്ടകൾ. ആ പർവ്വതങ്ങൾ which are high and strong fortresses of the sky, ആകാശത്തെ സംരക്ഷിക്കുന്ന ആകാശത്തിൻ്റെ കോട്ടകളാണ്. വളരെ ഉയരത്തിലുള്ളതും ശക്തവുമായിട്ടുള്ള ആ കോട്ടകൾ, അവയാണ് ആകാശത്തെ സംരക്ഷിച്ച് നിർത്തുന്നത്. അങ്ങനെയുള്ള ആ വലിയ പർവ്വതങ്ങൾ പോലും are crossed by pathways that appear, bear the footprints of those who have crossed them. അവയെ കീഴടക്കിയ പർവ്വതാരോഹകരുടെ, മൗണ്ടനിയേഴ്സിന്റെ കാൽപാദങ്ങൾ അവിടെയും പതിഞ്ഞിട്ടുണ്ട്. As we to higher levels rise, as we climb to higher levels, നാം ഉയരങ്ങളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, those pathways become visible. അവർ നടന്നുപോയ ആ കാൽപാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ വഴിപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന പോലെയുള്ള, ആകാശത്തെ സംരക്ഷിക്കുന്ന കോട്ടകൾ പോലുള്ള ഈ വൻ പർവ്വതങ്ങൾ പോലും മനുഷ്യൻ കീഴടക്കിയിട്ടുണ്ട്. അത്രയും പ്രയാസകരമായ ടാസ്ക് ജനങ്ങൾ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി കൃത്യമായി അധ്വാനിച്ച് ക്രമേണ അവർ അവരുടെ അധ്വാനത്തിലൂടെ മുന്നേറി വിജയം വരിച്ചു. അവർ വിജയം വരിച്ച് പർവ്വതങ്ങൾ കീഴടക്കിയതിൻ്റെ കാലടയാളങ്ങൾ, അവരുടെ വഴികൾ നമുക്കിപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ക്രമേണ സ്ഥിരമായി അധ്വാനിച്ചാൽ ഏത് പർവ്വതത്തെയും കീഴടക്കാം. എത്രയും വലിയ ഒരു ടാസ്ക് അധ്വാനവും നമുക്ക് നേടി വിജയം വരിക്കാം എന്നർത്ഥം. Now the last stanza. ഈ സ്റ്റാൻസയിലും വളരെ വ്യക്തമായ റൈം സ്കീം ഉണ്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഉണ്ട്. kept, slept, flight, night എന്നിങ്ങനെ. The heights by great men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. The heights reached by great men were not achieved in a sudden leap. നമ്മുടെ പല ജേതാക്കളും അവരെല്ലാം നേടിയെടുത്ത ഉന്നതികൾ, ബഹുമതികൾ, അതെല്ലാം ഒരു ദിവസം കൊണ്ട് നേടിയതല്ല. ഒരു സഡൻ ഫ്ലൈറ്റിലൂടെ, ഒരു സഡൻ ലീവ്, പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിലൂടെയല്ല, പൊടുന്നനെയല്ല അവർക്കത് നേടാൻ സാധിച്ചത്. But they, while their companions slept, while their friends rested, അവരുടെയൊക്കെ കൂട്ടുകാർ വിശ്രമമെടുത്തപ്പോൾ, കൂട്ടുകാർ കിടന്നുറങ്ങിയപ്പോൾ, they worked hard day and night, രാപ്പകൽ അവർ അധ്വാനിച്ചു. and finally achieved great success. അങ്ങനെയാണ് അവസാനം അവരൊക്കെ വിജയം വരിച്ചത്. അവർ രാത്രിയിലും അധ്വാനിക്കുകയായിരുന്നു. were toiling, working hard, upward in the night, രാത്രി സമയത്ത് പോലും. എന്ന് വെച്ചാൽ സ്ഥിരോത്സാഹത്തിലൂടെ, കഠിനമായ അധ്വാനത്തിലൂടെ അവർ അവരുടെ വിജയം നേടി. പൊടുന്നനെ ഉണ്ടായ ഒരു പെട്ടെന്നുള്ള സഡൻ ലീപ്പല്ല ഈ വിജയമൊന്നും എന്നുള്ളതാണ് ഈ കവിത നമുക്ക് നൽകുന്ന സന്ദേശം. ഈ 3-4 സ്റ്റാൻസുകളിൽ ഉൾപ്പെടുന്ന വരികളിലെ പ്രധാന വേർഡ്സും അവയുടെ മീനിങ്സും ഇവിടെ നൽകിയതും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക.
അപ്രിയർ, ടു റൈസ് സംതിങ് അപ്പ്, എന്തെങ്കിലും ഒന്നിനെ മുകളിലേക്ക് ഉയർത്തുക അല്ലെങ്കിൽ ഉയരുക എന്നൊക്കെ അർത്ഥം. ബാസ്റ്റൺ, എ സ്ട്രോങ് മോൾഡ്, ഒരു ശക്തി കേന്ദ്രം, അതല്ലെങ്കിൽ ഫോർട്രസ്, കോട്ട, കൊത്തളം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അറ്റൈൻഡ്, അച്ചീവ്ഡ്, നേടിയെടുത്തു. ടോയിൽ, വർക്ക് ഹാർഡ്, കഠിനമായി അധ്വാനിച്ചു. ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നു, ദ ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ്. നമ്മുടെ മഹാന്മാരായ പല ജേതാക്കളും നേടിയെടുത്ത അവരുടെ വിജയം, അവർ കീഴടക്കിയ അവരുടെ ആ അധ്വാനം, ഇതെല്ലാം തന്നെ were not attained by sudden flight. അത് പൊടുന്നനെയുള്ള ഒരു ദിവസത്തെ പെട്ടെന്നുള്ള ഒരു ഇറങ്ങി പുറപ്പെടലിലൂടെ നേടിയതല്ല. ബട്ട് they while their companions slept, അവരുടെയൊക്കെ കൂട്ടുകാർ കിടന്നുറങ്ങുമ്പോൾ, were toiling upward, toiling, working hard, അവർ കഠിനമായി പ്രയത്നിക്കുകയായിരുന്നു, അധ്വാനിക്കുകയായിരുന്നു. in the night, day and night, രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിച്ചാണ് അവരൊക്കെ നേട്ടങ്ങൾ കൊയ്തത് എന്ന് തന്നെയാണ് ഈ കവിത നൽകുന്ന അധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും സന്ദേശം. Now let's examine what major poetic devices or figures of speech are used in this poem. ആദ്യം metaphor. We have not wings, we cannot soar. Compares humans to birds to convey that humans cannot fly or soar high. മനുഷ്യനെ പക്ഷികളോട് ഉപമിച്ചുകൊണ്ട്, നമുക്ക് പക്ഷികളെപ്പോലെ ചിറകുകളില്ല, നമുക്ക് പറന്നുയരാൻ കഴിയില്ല, ഈ പ്രയോഗത്തിലൂടെ നാം പക്ഷികളല്ല, നമുക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ള ആശയം വ്യക്തമാക്കാൻ വേണ്ടി മനുഷ്യനെ പക്ഷികളോട് കമ്പയർ ചെയ്തിരിക്കുന്നു, തീർത്തും മെറ്റഫോറിക്കലായി. നെക്സ്റ്റ്, ദ ക്ലൗഡി സമിറ്റ്സ് ഓഫ് അവർ ടൈം. ഓരോരുത്തരുടെയും കാലഘട്ടത്തിൽ അവർ നേടുന്ന അച്ചീവ്മെന്റ്, നേട്ടത്തെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുടെ കൊടുമുടിയുടെ ഉയരത്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. ദ ക്ലൗഡി സമിറ്റ്സ് ഓഫ് അവർ ടൈം കമ്പയർസ് അവർ ഹൈ അച്ചീവ്മെന്റ്സ്. നമ്മുടെ ഉയർന്ന നേട്ടങ്ങൾ, ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ നേടുന്ന ഉയർന്ന നേട്ടങ്ങൾ, അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ടു മൗണ്ടൻ സമിറ്റ്സ് ടച്ചിങ് ക്ലൗഡ്സ്. ആകാശം മുട്ടി നിൽക്കുന്ന, മേഘത്തെ സ്പർശിക്കുന്ന ഉയർന്ന പർവ്വതങ്ങളുടെ കൊടുമുടിയോടാണ്. ഇതും ഒരു മെറ്റഫോറിക്കൽ കമ്പാരിസൺ ആണ്. Then the third one, the mighty pyramids of stone and gigantic flights of stairs. Compare the pyramids to large staircases. വളരെ ഉയർന്ന അധ്വാനമുള്ള ഒരു നിർമ്മിതിയാണ് പിരമിഡ്. എന്നാൽ അരികെ നിന്ന് പരിശോധിക്കുമ്പോൾ അത് ജൈഗാനിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ് ആണ്. ഒരു കൂട്ടം സ്റ്റെയർ കേസുകളാണ് ഭീമാകാരമായിട്ടുള്ള. പിരമിഡിനെ ഒരു കൂട്ടം സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതും suggesting that such monumental achievements result from gradual but steady hard work. ഇത്തരത്തിലുള്ള മോണുമെന്റ്സ് നമുക്ക് എന്നും ഓർമ്മകളായിട്ട് ചരിത്രത്തിൽ അവശേഷിപ്പിക്കുന്ന ഈ സ്മാരകങ്ങൾ, ഇതെല്ലാം തന്നെ റിസൾട്ട് ഫ്രം ഗ്രാജുവൽ ബട്ട് സ്റ്റഡി ഹാർഡ് വർക്ക്, ക്രമേണയുള്ള എന്നാൽ കഠിനമായ അധ്വാനത്തിന്റെ ഫലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരമിഡിനെ സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പാരിസണും ഒരു മെറ്റഫറാണ്. ദെൻ വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജുകളുടെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വേജ് ലൈക്ക് ക്ലേ ദ ഡെസേർട്ട് എയർസ്. പിരമിഡ്, അതിൻ്റെ ഉയർന്ന അറ്റം, മൂർച്ചയോടുകൂടി ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ആ മൂർച്ചയുള്ള അതിൻ്റെ കൂർത്ത അഗ്രം ഡെസേർട്ട് എയർ, ഡെസേർട്ട് വിൻഡിനെ, മരുഭൂമിയിലെ കാറ്റിനെ പിളർത്തുന്നു എന്നുള്ളത് നമുക്കും ആ ഒരു മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പിരമിഡിന്റെ ചിത്രം നമ്മുടെ ഭാവനയുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കും. ക്രിയേറ്റ്സ് എ വിവിഡ് ഇമേജ് ഓഫ് പിരമിഡ്സ് റൈസിംഗ് ഷാർപ്ലി ഇൻ ദ ഡെസേർട്ട്. ഡെസേർട്ടിൽ ഇങ്ങനെ മൂർച്ചയോടുകൂടി ഉയർന്നു നിൽക്കുന്ന ആ പിരമിഡിന്റെ ചിത്രം നമ്മുടെ മനോമുഗ്രത്തിൽ തെളിയും. ദെൻ മറ്റൊരു എക്സാമ്പിൾ, the distant mountains that appear the solid bastions of skies evokes a strong visual image of towering sky-high mountains. അകലെ കാണുന്ന, ആകാശത്തിന് കോട്ട തീർക്കുന്ന പോലെയുള്ള ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, ഈ പരാമർശം നമ്മുടെ ഭാവനയിൽ വിഷ്വൽ ഇമേജുകൾ തീർക്കുന്നു. ഓഫ് ടവറിങ്, നല്ല ഉയരെ നിൽക്കുന്ന, ശക്തമായിട്ട് നിൽക്കുന്ന സ്കൈ ഹൈ മൗണ്ടൻസ്, ആകാശം തൊടുന്ന ഉയരത്തിലുള്ള പർവ്വതങ്ങളുടെ ചിത്രവും നമ്മുടെ മനോമുഗ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതും വിഷ്വൽ
ഇമേജിന്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ്, സിംബലിസം. Pyramids and mountains are symbols that symbolize great achievements of engineering and mountaineering realized by man. മനുഷ്യൻ നേടിയെടുത്ത രണ്ട് മഹാനേട്ടങ്ങളാണ് പിരമിഡ്, എഞ്ചിനീയറിംഗ്, നിർമ്മിതിയുടെ വിജയം. മറ്റൊന്ന് മൗണ്ടനിയറിംഗ്, പർവ്വതാരോഹണം, സാഹസികതയുടെ നേട്ടം. ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്, ഒരു കൂട്ടം സ്റ്റെയറുകൾ, പടവുകൾ എന്നത് സിംബലൈസ് the hard work and step-by-step process of achieving success. കഠിനാധ്വാനം, ക്രമേണയുള്ള പുരോഗതി, വിജയത്തിലേക്ക് പടവുകൾ കയറി ക്രമേണ എത്തിപ്പെടുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ് എന്നുള്ള ആ പ്രയോഗം. Then repetition. By slow degrees, by more and more. ഈ വരിയിൽ, ഈ പ്രയോഗത്തിൽ emphasizes the gradual nature of progress. നാം പുരോഗതിയിലേക്ക് എത്തുന്നത് പൊടുന്നനെയല്ല, നാം വിജയത്തിലേക്ക് എത്തുന്നത് ഗ്രാജുവൽ ആയിട്ടാണ്, ക്രമേണയാണ്. ഇവിടെ മോർ ആൻഡ് മോർ, ഇതൊരു റെപ്പറ്റീഷൻ തീർക്കുന്നുണ്ട്. ക്രമേണ കൂടുതലായി, അല്പാൽപമായി എന്നൊക്കെ അർത്ഥം. ഇതെല്ലാം വിജയത്തിലേക്കുള്ള പടവുകളെ സൂചിപ്പിക്കുന്ന ഒരു റെപ്പറ്റീഷനാണ് ഇവിടെ മോർ ആൻഡ് മോറിലൂടെ തീർത്തിരിക്കുന്നത്. ദെൻ മനോഹരമായ ഒരു കോൺട്രാസ്റ്റ് എന്ന ഫിഗർ ഓഫ് സ്പീച്ചിന്റെ ഉദാഹരണമുണ്ട്. The lines, we have not wings, we cannot soar. നമുക്ക് ചിറകുകളില്ല, നമുക്ക് പറന്നുയരാൻ കഴിയില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു വിപരീതം എന്ന രൂപത്തിൽ തീർത്തിരിക്കുന്നു. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. ചിറകുകളില്ലെങ്കിലും നമുക്ക് ഉയരത്തിലേക്ക് നടന്നു കയറാൻ നമുക്ക് കാലുകളുണ്ട് എന്നുള്ളത് ഒരു വിപരീതാശയത്തെ സൂചിപ്പിക്കുന്നു. പറക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് നടക്കാനോ കയറാനോ കഴിയും. ഈ ഒരു കോൺട്രാസ്റ്റിലൂടെ depict a contrast between the human's inability to soar and the ability to climb step by step, and it highlights the message of the poem that success is achieved through persistent effort rather than sudden leaps. ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് തീർത്തുകൊണ്ട് പറക്കാനാകില്ലെങ്കിലും പറക്കാൻ കഴിയില്ല എന്നുള്ള മനുഷ്യന്റെ ഇൻഅബിലിറ്റി, കഴിവില്ലായ്മയെ കാണിക്കുമ്പോൾ തന്നെ കയറാൻ കഴിയുമെന്നുള്ള മനുഷ്യന്റെ അബിലിറ്റിയെയാണ് കാണിക്കുന്നത്. ഇതിലൂടെ ഈ കവിതയുടെ സന്ദേശമായ സക്സസ് ഈസ് അച്ചീവ്ഡ് ത്രൂ പെർസിസ്റ്റന്റ് എഫേർട്ട്, സ്ഥിരോത്സാഹത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും വിജയം നേടുക എന്നുള്ള ആശയത്തെയും കൊണ്ടുവരുന്നുണ്ട്. റാദർ ദാൻ സഡൻ ലീപ്സ്, പൊടുന്നനെയുള്ള എടുത്തുചാട്ടത്തേക്കാൾ ക്രമേണയുള്ള അധ്വാനത്തിലൂടെയാണ് വിജയം വരിക്കുക എന്നതും ഇതിലൂടെ എടുത്തു കാണിക്കുന്നു. റൈം സ്കീം ഓഫ് ദ പോം, എ ബി നാം വിശദീകരിച്ചതാണ്. ദെൻ റൈമിംഗ് വേർഡ്സ്, അതും വിശദീകരിച്ചതാണ്. സോ, മോർ, ക്ലൈം, ടൈം, സ്റ്റോൺ, നോൺ, എയർസ്, സ്റ്റെയർസ്, അപ്രിയർ, അപ്പിയർ, സ്കൈസ്, റൈസ്, കെപ്, സ്ലെപ്, ഫ്ലൈറ്റ്, നൈറ്റ് എന്നിങ്ങനെ. ദെൻ ആലിറ്ററേഷന്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോ. ഇവിടെ നമുക്ക് വ് സൗണ്ടുകളുടെ ആവർത്തനം കാണാം. ദ റെപ്പറ്റീഷൻ ഓഫ് ദ വ് സൗണ്ട്സ് ഇൻ വി, വിങ്സ് ആൻഡ് വി. ദെൻ ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ. ഇവിടെയും ദ റെപ്പറ്റീഷൻ ഓഫ് ദ മ് സൗണ്ട്സ് ഇൻ മോർ ആൻഡ് മോർ. ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈസ്, the repetition of the s sounds in solid and skies. ഇതൊക്കെ അലിറ്ററേഷന്റെ നല്ല ഉദാഹരണങ്ങളാണ്. ദെൻ ആസോണൻസ്, വവൽ സൗണ്ടുകളുടെ ആവർത്തനം അഥവാ ആസോണൻസിന്റെയും ഏതാനും ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോ. ഇവിടെ ഓ സൗണ്ടുകളുടെ റെപ്പറ്റീഷൻ കാണാൻ സാധിക്കും. ദ റെപ്പറ്റീഷൻ ഓഫ് ദി ഓ സൗണ്ട് ഇൻ നോട്ട്, കനോട്ട് ആൻഡ് സോ. By slow degrees and more, the repetition of the O sounds again in slow and more. Then the mighty pyramids of stone. ഈ വരിയിൽ the repetition of the E sound, not I sound. തെറ്റിദ്ധരിക്കരുത് വിദ്യാർത്ഥികൾ. മൈറ്റി എന്നുള്ളിടത്തുള്ള ഐ അതല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. മൈറ്റി, ടി, ആ വൈ പ്രതിനിധീകരിക്കുന്ന ഈ സൗണ്ട്, പിരമിഡിലെ ഈ സൗണ്ട് ആൻഡ് മിഡ് ഈ സൗണ്ട്, ഈ മൂന്ന് ഈ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ സൗണ്ട് ഇൻ
mighty and pyramids. ഇങ്ങനെ. Then ഹൈപ്പർബോലയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. They are solid bastions of the skies. ആകാശത്തിലെ കോട്ടകൾ എന്ന് പറയുമ്പോൾ describing the mountains as solid bastions of the sky. ആകാശത്തിനെ സംരക്ഷിക്കുന്ന കോട്ടകളാണ്. Instead of fortresses of the earth. ഭൂമിയിൽ ആരെയെങ്കിലും സംരക്ഷിക്കുന്ന കോട്ടകളല്ല ഈ പർവ്വതങ്ങളെ ഉയർത്തി ആകാശത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് വർദ്ധിപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പർവ്വതം നിലകൊള്ളുന്നത് ഭൂമിയിലാണ്. ഇറ്റ് ഈസ് ഓൺ ദി എർത്ത്. പക്ഷെ ആകാശത്തെയാണ് സംരക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിലും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റിനെ വളരെയധികം എക്സാജറേറ്റ് ചെയ്തിരിക്കുന്നു, പർവ്വതീകരിച്ച് വലുതാക്കി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സോളിഡ് ബാസ്റ്റൻ ഓഫ് ദി സ്കൈസ് എന്നുള്ളത് ആകാശത്തിന്റെ കോട്ടകൾ എന്ന് പറയുമ്പോൾ അതൊരു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൈപ്പർബലി, ഡിസ്ക്രൈബിംഗ് ദ മൗണ്ടൻസ് ആസ് സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദി സ്കൈസ് instead of the fortresses on the earth, exaggerates their height and strength, making the comparison hyperbolic. സക്സസ് എന്ന കവിതയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദീകരിച്ചു. ഇനി ഈ കവിതയുടെ അപ്രീസിയേഷൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇതുവരെ വിവരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.